എന്തായാലും അനന്തു കൃഷ്ണൻ മാത്രമല്ല സ്കൂട്ടർ തട്ടിപ്പിന്റെ ബുദ്ധികേന്ദ്രമെന്ന നിഗമനത്തിലാണ് പോലീസ്. തയ്യൽ യൂണിറ്റുകൾ തുടങ്ങി സബ്സിഡി പണം തട്ടാൻ അനന്തു ആദ്യം പദ്ധതിയിട്ടു. CSR ഫണ്ടിനായി അനന്തു 200 കമ്പനികളെ സമീപിച്ചിരുന്നു എന്നാണ് വിവരം. എല്ലാ മാസവും 10 ലക്ഷം രൂപ വീതം നൽകിയിരുന്നുവെന്ന അനന്തുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ NGO കോൺഫെഡറേഷൻ ചെയർമാനായിരുന്ന ആനന്ദകുമാറിനെതിരെയും അന്വേഷണം നീളുകയാണ്. അത് വലിയ തോതിൽ ഈ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ആനന്ദകുമാറിനെയൊക്കെ നമ്മൾ ആദ്യഘട്ടത്തിൽ വിളിച്ചപ്പോൾ അദ്ദേഹം രാജിവെച്ചൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിടത്താണ് പലരും ഞാൻ ആദ്യം ഉണ്ടായിരുന്നു പിന്നീട് ഇതിന്റെ ഭാഗമല്ല എന്ന് പറയുന്നു. അങ്ങനെ എന്തായാലും ഇപ്പോൾ കൂടുതൽ ഇടങ്ങളിലേക്ക് അന്വേഷണം നീളുകയാണ്. രാഗിൻ, അനന്തുവിനപ്പുറത്തേക്ക് ആരൊക്കെ ഇതിൽ സൂത്രധാരന്മാരായിട്ടുണ്ട്? ഒരു അനന്തു കൃഷ്ണന്റെ പേര് മാത്രമാണോ, മറ്റ് ആരൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. എങ്ങനെയാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്? പോലീസ് പറയുന്നത് അനന്തു മാത്രമല്ല ഇതിന്റെ ബുദ്ധികേന്ദ്രം, കൂടുതൽ പേർ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ്. എന്തായാലും നമുക്കിപ്പോൾ വാർത്തകളിൽ കാണുമ്പോൾ തന്നെ അറിയാം, ഓരോ ഇടത്തും കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു, കൂടുതൽ പേർ പ്രതികളായി വരുന്നു, ഉന്നതരുൾപ്പെടെയുള്ള ആളുകൾക്കടക്കം ഈ കേസിലേക്ക് പ്രതികളായി വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതോടൊപ്പം തന്നെ അനന്തു കൃഷ്ണൻ, നമ്മൾ നേരത്തെ രാവിലെ തന്നെ വ്യക്തമാക്കിയിരുന്നു, കേന്ദ്ര പദ്ധതികളിൽ നിന്ന് അതിന്റെ ചില കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പണം തട്ടാൻ ശ്രമിച്ചിരുന്നു എന്ന കാര്യം നേരത്തെ വന്നിരുന്നതാണ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് വരുന്നത്. അതായത് ഈ സ്വിംഗ് മെഷീൻ തയ്യൽ യൂണിറ്റുകൾ തുടങ്ങി സബ്സിഡി തട്ടാനായിരുന്നു ആദ്യം നീക്കം നടത്തിയിരുന്നത്. ഇതിനായി കുറെ തയ്യൽ മെഷീനുകൾ പകുതി വിലയ്ക്ക് വിതരണം ചെയ്തു എന്നതാണ് വ്യക്തമാകുന്നത്. ഇത് ഇയാളുടെ മൊഴിയിലുള്ളതാണ്. മാത്രമല്ല അതിനുശേഷം ആ പദ്ധതി നിർത്തലാക്കിയ ഘട്ടത്തിൽ പെട്ടിലായെന്നും ഇയാൾ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഈ CSR ഫണ്ട് തട്ടിപ്പ്, അല്ലെങ്കിൽ അതിലൂടെ മറ്റ് ആളുകളുടെ പണം വാങ്ങി റോൾ ചെയ്യുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിനുവേണ്ടി 200 കമ്പനികളെ ഇയാൾ സമീപിച്ചു. പക്ഷേ ആരും തന്നെ പണം മുടക്കാൻ തയ്യാറായില്ല. അതിനുശേഷം ഈ ആനന്ദകുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോയി അതുവഴി ഏതെങ്കിലും തരത്തിൽ CSR ഫണ്ട് കിട്ടുമോ എന്നതടക്കമുള്ള കാര്യങ്ങളും നോക്കിയിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. പക്ഷേ ഇതിലൊന്നും തന്നെ 1 രൂപ പോലും CSR ഫണ്ട് ലഭിച്ചില്ല. അങ്ങനെ കിട്ടില്ല എന്ന് ഉറപ്പായിരുന്നിട്ടും ജനങ്ങളോട് പറഞ്ഞത് CSR ഫണ്ടാണ് ബാക്കി എന്നതാണ്. അങ്ങനെ ഈ പണം ഇയാൾ സ്വരൂപിക്കുന്നു. പണം സ്വരൂപിച്ച ശേഷം ഡീലർമാരുടെ അടുത്തു നിന്നും ചെറിയ തോതിൽ കമ്മീഷൻ ഇയാൾക്ക് കിട്ടുന്നുണ്ട്. കാരണം ഇത്രയും ബൾക്കായിട്ടുള്ള വാഹനങ്ങളാണ് വാങ്ങി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കമ്മീഷൻ ഇയാൾക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ഈ പണം ഉപയോഗിച്ചുകൊണ്ട് കുറച്ചു പേർക്ക് വാഹനങ്ങൾ കൊടുക്കുന്നു. ബാക്കി ഇത് ഡൈവേർട്ട് ചെയ്ത് മറ്റു പല രീതിയിലും ഇയാൾ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്നു എന്നതാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത്. അങ്ങനെ കൂടുതൽ പേരുടെ ഇൻവോൾവ്മെന്റ് ഇതിലേക്ക് വരികയാണ്. ഇപ്പോൾ തന്നെ നേരത്തെ കോൺഗ്രസ് നേതാവിനെതിരെ കേസെടുത്തിരുന്നു. ഇപ്പോൾ MLA ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസ് വരുന്നു. അങ്ങനെ കൂടുതൽ പേർക്കെതിരെ കേസ് രജിസ്റ്റർ പ്പെടുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. എന്തായാലും വ്യാപകമായിട്ടുള്ള വലിയ തോതിലുള്ള തട്ടിപ്പാണ് ഇയാൾ നടത്തിയിരുന്നത്. ഇയാൾ മുൻപും ഒരു ചീറ്റിംഗ് കേസിൽ പ്രതിയായിരുന്നു ഈ അനന്തു കൃഷ്ണൻ. 2019-ലാണത്. അങ്ങനെ ആ രീതിയിൽ വച്ചു തുടങ്ങി. അതിനുശേഷം ഇപ്പോൾ ഈ ഒരു തട്ടിപ്പ് സമഗ്രമായ രീതിയിലുള്ള വലിയ തട്ടിപ്പിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് ഇയാൾ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഓരോ ട്രാൻസാക്ഷൻസും വളരെ വിശദമായി തന്നെ പരിശോധിച്ച് ആർക്കൊക്കെയാണോ ഈ തട്ടിപ്പ് പണം കിട്ടിയിരിക്കുന്നത് അവരൊക്കെ തന്നെ പ്രതികളാകാനും ആർക്കൊക്കെയാണോ ഇതിൽ എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ഇതിൽ വേണം. ആരൊക്കെ എന്തൊക്കെ തട്ടിപ്പുകൾ, ആരൊക്കെ ഇതിന്റെ ഭാഗമായി തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. എന്തായാലും അനന്ത് വലിയൊരു പ്ലാനിങ് നടത്തിയിട്ടുണ്ട്. വലിയൊരു തട്ടിപ്പ്, കേരളം കണ്ട ഏറ്റവും വലിയൊരു തട്ടിപ്പ് അങ്ങനെ തന്നെ പറയുന്ന രീതിയിൽ ഒരു വലിയ തട്ടിപ്പ് അനന്ത് നടത്തി. അതിന്റെ പിന്നിൽ ഇനി ആരൊക്കെ ഉണ്ട് എന്നതിനെ കുറിച്ചുമുള്ള വലിയ അന്വേഷണം നടക്കേണ്ടതുണ്ട്.